ഇപ്പം KPCCയുടെ പ്രചരണ സമിതി അധ്യക്ഷനാണ് താങ്കൾ. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ UDF മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട എന്താണ്? അജണ്ട ഒന്ന്, കേന്ദ്രത്തിൽ ഉറപ്പുള്ള ഒരു മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഗവൺമെൻറ്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നൊരു ഭരണഘടനയാണ്. പക്ഷേ പരസ്പരം ഏറ്റുമുട്ടാൻ പാടില്ല. വിശ്വാസികൾക്ക് വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, വിശ്വാസമില്ലാത്തവരുടെ അവർക്ക് അഭിപ്രായം തുറന്നു പറയാം. ഇതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അതായിരുന്നില്ല സ്ഥിതി. വസ്ത്രത്തിൻ്റെ പേരിൽ ഹത്യകൾ, നരഹത്യകൾ ഒരുപാട് നടന്നു. മാംസത്തിൻ്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു. അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തിൻ്റെ തകർച്ച, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റഴിച്ചു, എല്ലാം വിറ്റ് തൊലച്ചു. എല്ലാ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് എല്ലാം അടിയറ വെച്ചു. അതിന് പുറമെ അഴിമതി, റഫേൽ യുദ്ധവിമാനം വാങ്ങിച്ചതിലുണ്ടായ അഴിമതി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നല്ല ഉറപ്പുള്ളൊരു ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം. പക്ഷെ അവർ വാദിക്കുന്ന ഉറപ്പുള്ള ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതെന്നാണ്. കാരണം ഇപ്പോൾ മുംബൈ ആക്രമണം അടക്കം പല ആക്രമണങ്ങളും ഇതിനു മുമ്പ് നടന്നപ്പോഴൊന്നും തിരിച്ചടിക്കാതിരുന്ന രാജ്യം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊരു ആക്രമണം ഉണ്ടായപ്പോൾ അതേ രീതി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ എന്ന രാജ്യത്ത് രണ്ടാക്കിയ യുദ്ധം നടത്തിയത് കോൺഗ്രസ് ഈ ഇന്ദിരാഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ്, 1971. അതിനുശേഷം പാകിസ്ഥാൻ ഇന്നൊരു ഔദ്യോഗികമായിട്ട് ആക്രമിച്ചിട്ടില്ല. ഇതൊക്കെ നുഴഞ്ഞുകയറ്റല്ലേ, അതിപ്പോഴൊക്കെ തീവ്രവാദികളുടെ രൂപത്തിലാണ് വരുന്നത്. അന്ന് അങ്ങനെയല്ല, ഗവൺമെൻറ് നേരിട്ട് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അവസാനമായിട്ട് പാകിസ്ഥാനെ രണ്ടാക്കുകയും പാകിസ്ഥാൻ തന്നെ ഇന്നിപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യമായിട്ട് നിൽക്കുന്നത് അന്ന് ഇന്ദിരാഗാന്ധി സ്വീകരിച്ച ഒരു ഔദാര്യം കൊണ്ടാണ്. ഔദാര്യത്തെ ഒരു വീഴ്ചയായിട്ടും പറയുന്നുണ്ട്. അത് വീഴ്ചയല്ല, അത് ഇന്ത്യയുടെ അന്തസ്സാണ് അവർ കാണിച്ചത്. കാരണം ഞങ്ങൾക്ക് ഒരു സ്ഥലവും വേണ്ട, പക്ഷേ ഞങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ വിടില്ല. അന്നത്തെ ഡിമാൻഡ് എന്തായിരുന്നു? ഈ യുദ്ധക്കരാർ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പിന്മാറുമ്പോൾ ഉള്ള എഗ്രിമെൻ്റ് എന്താ? ഇന്ത്യ പറഞ്ഞു നിങ്ങളുടെ സ്ഥലമൊക്കെ ഞങ്ങൾ വിട്ടുതരാം, പക്ഷേ മുജീബ് റഹ്മാനെ തുറന്നു വിടണം, ബംഗ്ലാദേശിനെ നിങ്ങൾ രാജ്യമായിട്ട് അംഗീകരിക്കണം. അത് രണ്ടും ചെയ്തു. ഇന്ത്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ അവർക്ക് വിട്ടുകൊടുത്തു. അത് ഏറ്റവും വലിയൊരു എന്താ പറയേണ്ടത്, ഒരു രാഷ്ട്രീയ മാന്യത. അന്താരാഷ്ട്ര തലത്തിൽ ആ മാന്യത വളരെ അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, 10-40 CRPFൻ്റെ ജവാന്മാരുടെ ആ വാഹന വ്യൂഹത്തിൽ ഇടിച്ചു കയറ്റുമ്പോൾ കാശ്മീർ ഗവർണർ പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് പാളിച്ച പറ്റി. ഇൻ്റലിജൻസ് പാളിയെന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ആരുടെ ഭരണം? രാഷ്ട്രപതി ഭരണമല്ലേ. അപ്പോൾ ആ പാളിച്ചയിൽ ആരാ ഉത്തരവാദി? ഗവൺമെൻറ്. ഞങ്ങളിതൊക്കെ പറയാതിരിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, ശത്രു ആക്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോരാടേണ്ടതിന് പകരം ഞങ്ങളതിൽ രാഷ്ട്രീയം കണ്ടിട്ടില്ല. പക്ഷെ ഇവരെന്ത് ചെയ്തു? അതാണ് എഴുതിയപ്പോൾ പറഞ്ഞത്, ഇനിയിപ്പോൾ സന്തോഷമായി, ഞങ്ങൾക്ക് 28-ൽ 22 കിട്ടും. അതാണോ നോക്കേണ്ടത്? മറ്റൊരു കാര്യം പറയുന്ന റഫേൽ അഴിമതിയുടെ കാര്യമാണ്. ഇത് UP ഭരിക്കുമ്പം അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ബൊഫേഴ്സ് അഴിമതിയുണ്ട്, അല്ലെങ്കിൽ 2G സ്പെക്ട്രം തൊട്ട് ഒരുപാട് അഴിമതി കഴിഞ്ഞ ഗവൺമെൻറ്. അവിടെ വ്യത്യാസം 2 കാര്യമാണ്. ഒന്ന്, ആ 2 സന്ദർഭങ്ങളിലും ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ വയ്ക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായി. ഇവിടെ ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും ഒരു കാര്യം അറിയാമല്ലോ, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഭരിക്കുന്നവർക്കായിരിക്കും. ഞങ്ങൾക്കറിയാം BJP ആണ് ഭരിക്കുന്നത്, ഭൂരിപക്ഷം അംഗങ്ങളും BJP ആണ്. പക്ഷേ കമ്മിറ്റിക്ക് കാര്യങ്ങൾ പരിശോധിക്കാനും വിലയിരുത്താനുമുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള ഒരു അവകാശം ഇപ്പോൾ എന്തിനു നിഷേധിച്ചു? ബോഫോഴ്സിൻ്റെ കാര്യത്തിലും 2G സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിലും ആ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നയം എന്തുകൊണ്ട് മോഡി സ്വീകരിക്കുന്നില്ല? ഇവിടെ ഈ വിമാനത്തിൻ്റെ വില കൂട്ടിയത് മാത്രമല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഒഴിവാക്കിയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തിന് എന്തടിസ്ഥാനത്തിൽ ഇടനിലക്കാരാക്കി? അതൊരു പ്രധാന പോയിൻ്റാണ്. കാരണം അവർക്ക് ഒന്നുകിലും ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കിയ പരിചയം പോലും ഇല്ല. നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ വന്ന വാർത്ത എന്താ? കരാർ ഒപ്പിടുന്നതിൻ്റെ 13 ദിവസം മുമ്പ് മാത്രം രൂപീകരിച്ച ഒരു കമ്പനി. ആ കമ്പനിക്ക് എന്തടിസ്ഥാനത്തിൽ ആ കമ്പനിയെ ഇടനിലക്കാരാക്കി? എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് എന്തുകൊണ്ട് ഒഴിവാക്കി? അതിനിപ്പോഴും ഉത്തരവില്ല. അപ്പോൾ അന്നേരം ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഉറപ്പുള്ള ഒരു മതേതര ഭരണം. പിന്നെ കേരള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ ഒന്ന് എന്താ വിശ്വാസികളുടെ വിശ്വാസങ്ങൾ തകർക്കുന്ന ഗവൺമെൻറ്. വിശ്വാസികളുടെ വിശ്വാസം കൂടുതൽ സംരക്ഷിക്കുന്ന BJP ആണെന്നാണ് അവർ പറയുന്നത്. BJP ഒന്നുമല്ല, BJPയുടെയാണ് കപടഭക്തിയാണ്. ഇടതുപക്ഷത്തിന് CPMന് നിരീശ്വരവാദമാണെങ്കിൽ
അതുപോലെ അപകടമാണ് കപടഭക്തി. കാരണം ഈ ഒരു സിറ്റുവേഷൻ സത്യത്തിൽ പരിഹരിക്കാൻ കഴിയുന്നൊരു പാർട്ടി BJP അല്ലേ? അല്ല, CPM പറയുന്നത് BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നാണ്. ഈ കാര്യം അതിപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇതൊന്നും വേണ്ട. ചർച്ച് ബില്ല് ഞങ്ങൾ എതിരാണല്ലോ. ഞങ്ങൾ എല്ലാ വിശ്വാസികളുടെ കൂടെയുണ്ട്. ശബരിമല മാത്രമല്ല, ചർച്ച് ബില്ലിൻ്റെ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. സുന്നി പള്ളിയിലെ വിഷയങ്ങൾ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. എന്താ CPMൻ്റെ നിലപാട് ഈ കാര്യങ്ങളൊക്കെ? പുരോഗമന ചിന്ത കോൺഗ്രസിന് ഇല്ല. ഞാൻ പറയും, ഇന്ത്യ രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വമാണ്. പല ആശയങ്ങളുണ്ടാവും. ആ ആശയങ്ങൾ പലതും സംരക്ഷിക്കണം. അല്ലെങ്കിൽ നാളെ വിശ്വാസികൾക്ക് ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഇവിടെ ഈ മണ്ണിൽ ഞങ്ങൾക്ക് അതിന് സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് രാജ്യത്തിനോട് സ്നേഹം ഉണ്ടാവും. അല്ലാതെ ഇത്തവണ വിശ്വാസികൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒപ്പം നിൽക്കും, BJPയുടെ CPMൻ്റെ ഒപ്പം നിൽക്കില്ല. ഒരിക്കലും യഥാർത്ഥ വിശ്വാസികൾ BJPയോടൊപ്പം പോവില്ല. NSSൻ്റെ നിലപാട് ഇപ്പം BJP സാമ്പത്തിക സംവരണത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിനെ NSS വളരെയധികം സ്വാഗതം ചെയ്തു. NSSൻ്റെ പിന്തുണ UDFിനുണ്ടാവും. NSS ഒരിക്കലും UDF വിരുദ്ധ സമീപനം സ്വീകരിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതായത് ഇക്കാര്യത്തിൽ NSS എടുത്ത നയത്തിൽ പലതിനോടും ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. എന്നാൽ വിയോജിപ്പുകൾ മുമ്പുണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏത് സമുദായത്തിനും സ്വന്തമായിട്ട് നിലപാടെടുക്കാം, അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. SNDP യോഗത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ വെള്ളാപ്പള്ളിനെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹം വിശ്വാസികളോടൊപ്പമാണോ? ആണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ സ്വീകരിച്ച നയമാണ് ശരി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, എന്നാൽ ഞങ്ങൾ പിണറായിൻ്റെ കൂടെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിച്ചല്ലോ. അതെ, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ എന്തൊക്കെയാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞതെന്നുള്ള അദ്ദേഹം ഒന്നും ഓർക്കുന്നതല്ല. അന്ന് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ, അതുകൊണ്ട് ഇത് സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്, അന്ന് രാജൻ ബാബു വിഭാഗം ഞങ്ങളുടെ കൂടെയായിരുന്നു, JSS. അത് SNDPയുടെ വക്കീൽ കൂടിയായിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ഒരു കേസിന് വേണ്ടി ഹൈക്കോടതിയിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടും വക്കീൽ കൂടെ പോയില്ലേ? അങ്ങനെ രാജൻ ബാബു കൂടെ പോയതിന് അന്ന് ഈ CPMകാർ നടത്തിയ പ്രചരണം ഉമ്മൻചാണ്ടിക്ക് BJPയുമായി ഒരു പാലമുണ്ടാക്കാൻ രാജൻ ബാബുവിനെ വെള്ളാപ്പള്ളീൻ്റെ കൂടെ വിട്ടു എന്നാണ് പറഞ്ഞു. ശിവഗിരി ചടങ്ങിൽ പോലും വെള്ളാപ്പള്ളിനെ കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ മന്ത്രിമാർ പ്രസംഗിച്ചിരുന്നത്. ഇപ്പം ഈ ശബരിമല വന്നപ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന നായകനാക്കി മാറ്റിയത്. ഇത് നാളെ എപ്പോൾ വേണമെങ്കിലും മാറാം. ഈ സർക്കാരിനെതിരായിട്ട് നിലപാട് അനുകൂലിക്കുന്നവർക്കൊക്കെ സഹായം. രാഷ്ട്രീയ നിലപാടുകൾ കാലാകാലങ്ങളിൽ മാറിയും തിരിഞ്ഞും വരാമല്ലോ. അല്ല, സമുദായത്തിന് തീരുമാനം എടുത്തോട്ടെ, ഞങ്ങളതിൽ ഇത് പറയുന്നില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനെ വീട്ടിൽ പോയി കണ്ടതിന് ഞങ്ങൾ പറയുന്നത് എന്താ പറഞ്ഞാൽ, ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഞങ്ങളെ സഹായിച്ച കാലത്ത് അദ്ദേഹത്തിന് ഇല്ലാത്ത ദോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹം മാന്യനായി. ഞങ്ങൾക്ക് അതിനോടാണ് വിയോജിപ്പ്. ഞങ്ങളിപ്പോൾ SNDP ഒരു തീരുമാനം എടുത്താലും NSS തീരുമാനം എടുത്താലും ഞങ്ങളുടെ നിലപാട് പറയും. പക്ഷേ അവരെ ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് വിമർശിക്കില്ല. അപ്പോൾ വിശ്വാസ സംരക്ഷണമാണ് രണ്ടാമത്തെ അജണ്ട. വിശ്വാസ സംരക്ഷണം. മൂന്നാമത്തെ, അതിലും പ്രധാനപ്പെട്ട ഒന്ന് മൂന്നാമത്തെ ഉണ്ട്, നരഹത്യകൾ അവസാനിപ്പിക്കുക, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുക. അപ്പം ഞാൻ പറയാം, ഒരു വ്യക്തിയെ ഇല്ലാതാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനം ഇല്ലാതാവും. ഇപ്പം എന്നെ ഇല്ലാതാക്കിയാൽ കോൺഗ്രസ് ഇല്ലാണ്ടാവും. പെരിയയിൽ 2 യുവാക്കളെ കൊലപാതകം വളരെ നിഷ്ഠൂരമായിരുന്നു. കേരളത്തിൻ്റെ മുഴുവൻ മനസാക്ഷിയെ ഇതിനെ അപലപിച്ചു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചിത്രയിൽ ഒരു CPM പ്രവർത്തകനെ കോൺഗ്രസ്സുകാർ കുത്തിക്കൊന്നു. കോൺഗ്രസ് അതുമായിട്ട് ഒരു ബന്ധവുമില്ല, പാർട്ടിയായിട്ട് ബന്ധം. എന്താ സാധനം കൊടുക്കാത്തതിൻ്റെ പേരിൽ തർക്കമുണ്ടായി. പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് CPM പറയുന്നത്. പെരിയയിൽ ബന്ധമുണ്ടല്ലോ. പീതാംബരൻ ലോക്കൽ കമ്മിറ്റി അംഗമല്ലേ? ആ പീതാംബരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവിടുത്തെ ലോക്കൽ MLA MP എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത്? പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ എന്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ വീട്ടിൽ എന്താണ് MLAക്കും MPക്കും കാര്യം? ഒരു കുറ്റവാളിയുടെ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ കുറ്റവാളി എന്ന് പറയുന്ന പീതാംബരൻ്റെ വീട്ടിൽ MLAക്കും MPക്കും എന്താ കാര്യം? ഗൂഢാലോചനയിൽ ഇവർക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത്. പാർട്ടി അറിയാതെ ഈ കൊല നടക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ ഇന്ന വ്യക്തിയെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതിന് തെളിവില്ലാണ്ട് പറയാൻ പാടില്ല. വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. അപ്പം മൂന്നാമത്തെ ഈ നരഹത്യക്കെതിരായിട്ടുള്ള സമീപനം. എൻ്റെ ഒരു ചോദ്യം, ഈ ഗവൺമെൻറ് 1000 ദിവസങ്ങൾ പൂർത്തിയാക്കി, ഗവൺമെൻറ്റിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ UDFന് കഴിഞ്ഞില്ല. അല്ല, അതുകൊണ്ടാണ് അത് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു മികവല്ലേ? ഞാൻ ജയരാജൻ എന്തിനു രാജിവെച്ചു? അല്ല, എന്തുകൊണ്ട് ശശീന്ദ്രൻ രാജിവെച്ചു? എന്തിന് മറ്റേ തോമസ് ചാണ്ടി ഇതിന് രാജിവെച്ചു? എങ്കിലും ഒരു വലിയ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം. 3 പേര് ദുരിതരാകെ പോയി. വ്യത്യസ്തമായ കാരണങ്ങളാലാണ്. വ്യത്യസ്തമായ കാരണങ്ങൾ തന്നെ, എന്നാലും അത് കുഴപ്പം തന്നെയല്ലേ. പിന്നെ ഇന്ന് മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു,
1000 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില മോശപ്പെട്ട വാർത്തകൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് ഒരു മാന്യതയുള്ള പ്രതിപക്ഷമായതുകൊണ്ടാണ്. പക്ഷേ പ്രതിപക്ഷം വേണ്ട രീതി വിജയിക്കുന്നില്ല എന്നല്ലേ? അല്ല, ഞങ്ങൾ മറ്റവർ ചെയ്ത പോലെ വൃത്തിയായി ഞങ്ങൾ ചെയ്യും. അല്ല, ഗവൺമെൻറ് ഞാൻ പറയാം, ഒരു ഏതെങ്കിലും അഴിഞ്ഞാട്ടക്കാരി വന്നിട്ട് നാളെ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും അപഖ്യാതി പറഞ്ഞാൽ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അദ്ദേഹം അത്തരക്കാരനല്ല എന്ന് പറയാനുള്ള മാന്യത ഞങ്ങൾക്കുണ്ട്. ആ മാന്യത ഞങ്ങളോട് കാണിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന് തുറന്നു കാട്ടാനുള്ള അഴിമതിയൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇല്ലെന്നും വേണം വ്യാഖ്യാനിച്ചു പറയാൻ ബാക്കിയൊന്നും ഇല്ലല്ലോ. ജലീലിൻ്റെ കേസ് കോടതിയിലേക്ക് പോകും, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുക. വളരെ ക്ലിയറാണ് കാര്യം. ഞങ്ങൾ കോടതിയിൽ പോകും, അതങ്ങനെ വിടാൻ പോകുന്നില്ല. പക്ഷേ താരതമ്യേന അഴിമതി കുറവാണെന്ന് കരുതുന്നുണ്ടോ? നന്നായിട്ടുണ്ട്, ഒട്ടും മോശമില്ലാത്ത അഴിമതിയുണ്ട്. ഒന്ന്, ഈ എല്ലാ അപ്പോയിൻമെൻറ്റും നിർത്തി വെച്ചിട്ട് ഡെയിലി വേജസുകാരെ വയ്ക്കുക. അതിൻ്റെയൊക്കെ ബില്ലൊക്കെ ലക്ഷങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. ഒരു നിയമനവും നടന്നില്ല ഈ സർക്കാർ വന്നതിന് ശേഷം. PSC റാങ്ക് ലിസ്റ്റൊക്കെ കാലഹരണപ്പെട്ടു. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. കുറേ DFAക്കാർക്ക് വരെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സർക്കാർ പോസ്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേന്ദ്രത്തിലെ താടിക്കാരനും ഇവിടുത്തെ ക്ലീൻ ഷേവുകാരനും ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ പറയാൻ കാര്യം എന്താ? രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. മോഡിയുടെ മുമ്പിൽ ഒരു മന്ത്രിയും പോയിട്ട് കാര്യം പറയില്ല, അദ്ദേഹത്തിന് പേടിയാണ്. ഇവിടെ അത് തന്നെയല്ലേ സ്ഥിതി. പിണറായി എല്ലാവർക്കും പേടിയാണ്. പിണറായിന് എല്ലാവർക്കും, എല്ലാ മന്ത്രിമാർക്കും പേടിയാണ്. അടുത്തൊരു യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും ഇരിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും സത്യങ്ങൾ വലുത് അറിയാത്തത്. അല്ല, ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി. താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല, ധാർഷ്ട്യം ഉള്ള മുഖ്യമന്ത്രി എന്ന അഭിപ്രായം ആണ്. നിശ്ചയദാർഢ്യം നല്ലതാണ്, പക്ഷേ ധാർഷ്ട്യം നല്ലതല്ല. ധാർഷ്ട്യമാണ്. നിശ്ചയദാർഢ്യം വേണം. അതൊരു മുഖ്യമന്ത്രിക്ക് വേണ്ട കഴിവാണ്. അത് കെ കരുണാകരനെ പോലുള്ളവർക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 1000 ദിവസങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ വിലയിരുത്തുന്നത്? മുഖ്യമന്ത്രി സമ്പൂർണ്ണ പരാജയമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നല്ല രീതിയിൽ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം നിശ്ചയദാർഢ്യമുള്ളൊരു മുഖ്യമന്ത്രി ആവുമായിരുന്നു. മാത്രമല്ല, മറ്റ് പലർക്കും ഇല്ലാത്തൊരു അനുകൂല സാഹചര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും പാർട്ടി കൂടെ നിൽക്കുന്നു, പാർട്ടി പിന്തുണയുണ്ട്. കെ കരുണാകരന് പോലും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ കെ കരുണാകരന് പോലും കിട്ടാത്തൊരു സൗഭാഗ്യം കിട്ടിയിട്ട് അതെന്തുകൊണ്ട് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ല, ഇപ്പം പ്രളയകാലത്തും എല്ലാം എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിലൊക്കെ പുള്ളി വഹിച്ച പങ്ക് വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. പ്രളയകാലത്ത് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കേണ്ട ചുമതല എല്ലാവർക്കും ഇല്ലേ? ഞങ്ങൾക്കും ഇല്ലേ? ഞങ്ങൾ സഹകരിച്ചു പോയി. ഞങ്ങളെ അന്ന് രാഷ്ട്രീയം കണ്ടിട്ടില്ല. പക്ഷേ പ്രളയത്തിന് ശേഷമുള്ള സ്ഥിതി എന്താ? ഇപ്പോൾ കർഷകർ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത്? ഇടുക്കിയിലെ കർഷകൻ ബോർഡ് എഴുതി വെച്ചു, എൻ്റെ കിഡ്നി വിൽക്കാനുണ്ട്. പശുക്കൾ ചത്തു. എത്ര പേര് പശുവിന് കൊടുത്ത? 13,000 രൂപ. അപ്പോൾ ഞാൻ അന്വേഷിച്ചു. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഒന്നും വീടുകളിൽ പശുക്കളെ വാങ്ങി പാല് കറക്കുന്ന ഏർപ്പാടില്ല. എൻ്റെയൊക്കെ വീട്ടിൽ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾ പശുവിനെയും വാങ്ങാം. അപ്പോൾ ഞാൻ ഒരു ക്ഷീര കർഷകരോട് ഞാൻ ചോദിച്ചു, നല്ല പാല് കിട്ടുന്ന ഒരു പശുവിന് എന്ത് വിലയാവും? സാർ, 75,000 മുതൽ 80,000 രൂപ വരെ വിലയുണ്ടാവും. അങ്ങനെയുള്ള പശു ചത്തിട്ട് 13,000 രൂപയാണ് കൊടുത്തത്. അത് സീലിംഗ് ഉണ്ട്. 3 പശുക്കൾ കൂടെ ചത്താൽ കാശില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെ പരിഷ്കാരങ്ങൾ അവന്മാർ വരുത്തിയത്, എന്തൊക്കെ. അതുകൊണ്ടാണ് കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്.